ബസ് കടന്നുപോകുന്ന മേഖലയിലെ MLA കൂടിയായ ഇരവിപുരം MLA കൂടിയായ M. നൌഷാദ് നമുക്കൊപ്പം ചേരുന്നു. ഏക രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കൂടി ശേഷമാണ്, അല്ലെങ്കിൽ കാത്തിരിപ്പിനൊക്കെ ശേഷമാണ് ഇന്ന് കൊല്ലം ബൈപ്പാസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ നിമിഷത്തിൽ ഇരവിപുരം MLA, അതായത് ബൈപ്പാസ് കടന്നുപോകുന്ന മേഖലയിലെ MLA കൂടിയായ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, ഇത് വളരെ സമയബന്ധിതമായി ഈ പണി പൂർത്തീകരിച്ച അതിന് നേതൃത്വം കൊടുത്ത LDF ഗവൺമെന്റിനുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കാനാണ് എനിക്ക് ആദ്യം തോന്നുന്നത്. കാരണം പണി പൂർത്തീകരിച്ചത് കൊണ്ടാണല്ലോ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത്. പണി പൂർത്തീകരിച്ചതുകൊണ്ടാണ് ഉദ്ഘാടനം നടത്താൻ പറ്റിയത്. അതുകൊണ്ടാണല്ലോ വിവാദങ്ങൾ ഉണ്ടായത്. ആ വിവാദപരമായി ജനാധിപത്യ വിരുദ്ധമായി പ്രോട്ടോകോൾ ലംഘനം നടത്തിയവർ ആരായിരുന്നാലും അത് കൊല്ലത്തെ ജനങ്ങൾ നന്നായി തിരിച്ചറിയുന്നു. അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തവരെ കുറിച്ചും കൊല്ലത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ജനങ്ങളുടെ മനസ്സാകുന്ന വേദിയിൽ ഞങ്ങൾക്ക് സ്ഥാനമുണ്ട്. തീർച്ചയായും താങ്കൾ കൂടി പങ്കെടുക്കേണ്ടിയിരുന്ന ഒരു വേദിയാണ് ഇന്നത്തെ കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം. കാരണം ആ മേഖലയിലെ MLA കൂടിയാണ് താങ്കൾ. അതുകൊണ്ട് താങ്കളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത് എന്ത് കാരണത്താലാണ് എന്നാണ് മനസ്സിലായത്? അല്ല, ഒഴിവാക്കിയത് എന്ത് കാരണത്താലാണെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. അതല്ലേ പറയാം, ജനാധിപത്യ വിരുദ്ധമേ. അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾ എന്തും ചെയ്യും, ഞങ്ങളുടെ അധികാരം ഉപയോഗപ്പെടുത്തി എന്തും ചെയ്യും എന്നുള്ള അവരുടെ പ്രവർത്തനത്തിന്റെ കൊല്ലത്തെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ പ്രവൃത്തി. ഇതിൽ നിന്നും ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രവൃത്തി നടത്തിയവരെയും ഇതിന് അവസരം ഉണ്ടാക്കി കൊടുത്തവരെയും തിരിച്ചറിയുന്ന ജനതയാണ് കൊല്ലത്തുള്ളത്. കൊല്ലത്തെ ജനങ്ങളുടെ മനസ്സാകുന്ന വേദിയിലാണ് ഞങ്ങളുടെ സ്ഥാനം. എന്തുകൊണ്ടാണ് അത് പ്രത്യക്ഷമായ ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്? അതായത് അതിന് വേദി ഒരുക്കി വരുന്നത് NK പ്രേമേന്ദ്രനെയും അത് നടത്തിയത് ഈ കേന്ദ്ര സർക്കാരും BJPയുമാണ് എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല, അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അതാണ് സത്യം എന്നുള്ളതും ബോധ്യപ്പെട്ടല്ലോ. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇവിടെ ഫെബ്രുവരി മാസം 2-ാം തീയതി ജനകീയമായിട്ടുള്ള ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ച സ്ഥലത്ത് ജനുവരി 15-ന് അതിന് തീരുമാനിച്ചതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റിന് കത്ത് കൊടുത്ത് അവരെ ഇതിൽ ഇടപെടിപ്പിച്ച് 15-ാം തീയതി ഉദ്ഘാടനം നടത്തി. 15 ഫെബ്രുവരി 2 തമ്മിലുള്ള എന്താ വ്യത്യാസം എന്താണ്? ഇത് വളരെ എല്ലാവരെയും ഉൾപ്പെടുത്തി ജനകീയമായി നടത്താൻ കഴിയുമായിരുന്നതാണ്. അത് ആ തരത്തിലുള്ള ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് BJP ഈ തരത്തിലുള്ള ഇടപെടലുകൾക്ക് അവസരമുണ്ടായത്. മറ്റ് സർക്കാരുകളുടെ ഇടപെടലുകളെ മാറ്റിവെക്കാൻ കഴിയുമോ? പ്രത്യേകിച്ചും ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത് UDFന് ഇതിന്റെ പിതൃത്വമുണ്ട് എന്നാണ്. കാരണം ഒരുപക്ഷെ UDF സർക്കാർ അടക്കം, അല്ലെങ്കിൽ പല ഘട്ടങ്ങളിൽ വന്ന UDFന്റെ LDFന്റെ ഒക്കെ സർക്കാരുകൾ എടുത്ത എഫേർട്ട്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി എടുത്ത ഒരു എഫേർട്ട് നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ? അല്ല, ഞാൻ പറഞ്ഞ കൊല്ലം ബൈപ്പാസിന്റെ ചരിത്രം പറഞ്ഞാൽ ഒത്തിരിയുണ്ട്. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ഇത് കരാറുണ്ടാക്കിയത് UDF ഗവൺമെന്റാണ്, ഞങ്ങൾ അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കരാറുണ്ടാക്കിയത് UDF ഗവൺമെന്റാണ്. 50-50 എന്നുള്ള തീരുമാനമെടുത്തത് UPA ഗവൺമെന്റുമാണ്. അപ്പൊ UPA ഗവൺമെന്റ് UDF ഗവൺമെന്റും ഈ കരാർ ഉണ്ടാക്കി ടെൻഡർ ചെയ്തു. അതിലും തർക്കമൊന്നുമില്ല. പക്ഷേ 2014 ടെൻഡർ ചെയ്തിട്ട് 2016 വരെ ഒച്ചിന്റെ വേഗതയിലാണ് ഈ പണി നീങ്ങിയത്. 2016 LDF ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഇതിന് ജീവൻ വെച്ചത്, പൂർത്തീകരിച്ചത്. ഞങ്ങൾ അത്രേ അവകാശപ്പെട്ടിട്ടുള്ളൂ. അതാണ് സത്യവും. ഈ കൊല്ലം ബൈപ്പാസ് പോലെ കൊല്ലം ജനതയുടെ ഒരു സ്വപ്ന പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ, ഇന്ന് ഉദ്ഘാടന വേദിയിൽ പോലും ഒരുപക്ഷെ ഒരു വിവാദമാണ്. ഉദ്ഘാടനം സംബന്ധിച്ച് ഉദ്ഘാടനത്തിൽ നിന്ന് MLA മാറ്റിയിരുന്നത് എന്നടക്കമുള്ള വിവാദങ്ങളാണ്. ഇത്തരം വിവാദങ്ങളെല്ലാം കൊല്ലം ബൈപ്പാസ് എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുന്ന നിമിഷത്തിൽ അതിന്റെ ഇതിനെ ബാധിച്ചിട്ടുണ്ടോ? അതിനെ ഒരു മോശമായി ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ഒരിക്കലും ഈ ചടങ്ങിനെ അലങ്കോലപ്പെടുത്താനോ മറ്റും തയ്യാറല്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഉൾപ്പെടെ ഇത് പങ്കെടുക്കുകയാണ്. ജനങ്ങളുടെ ആവശ്യം നിറവേറ്റപ്പെടുമ്പോൾ ഇപ്പൊ ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം, ഇപ്പോൾ ഈ ബൈപ്പാസ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോഴും കല്ലുംതാഴം ഫ്ലൈ ഓവർ, ഇത് ഈ ബൈപ്പാസ് 4 വരി പാതയാക്കുക, ഇതാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ശ്യാം ദേവരാജ്, തിരികെ വരാം. കൃത്യമായ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു ഇടത് MLA M. നൌഷാദ്. താനടക്കമുള്ള ഇടത് MLAമാരെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയത് ജനാധിപത്യ മര്യാദയുടെ ലംഘനമാണ്, പ്രോട്ടോകോൾ ലംഘനമാണെന്നാണ് M. നൌഷാദ് ആരോപിച്ചത്.